എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേദിക് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്, വേദകാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വേദകാല വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം മതമാണ്. റിലീജിയന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും വേദിക് എഡ്യൂക്കേഷനിൽ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിജ്ഞാനം എന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ നോളജ് എന്ന മീനിങ് വരുന്ന വിദ് എന്ന് പറയുന്ന വേർഡിൽ നിന്നിട്ടുമാണ് വേദ എന്ന് പറഞ്ഞ വാക്ക് രൂപം കൊള്ളുന്നത്. പ്രധാനമായിട്ടും 4 വേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് ആയുർവേദ. വേദങ്ങൾ രൂപപ്പെട്ടത് ശ്രുതിയിൽ നിന്നും സ്മൃതിയിൽ നിന്നുമാണ്. ഇനി നമുക്ക് വേദിക് എഡ്യൂക്കേഷൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനുമായിട്ട് ഒരു ബന്ധം, കുട്ടിക്ക് ഒരു ബന്ധം സ്ഥാപിക്കുക. രണ്ടാമതായി മോക്ഷത്തിലേക്ക് കുട്ടിയെ എത്തിക്കുക. മൂന്നാമത് സ്വഭാവ രൂപവൽക്കരണമാണ്, നല്ലൊരു ക്യാരക്ടർ ഫോർമേഷൻ. നാലാമതായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്, വ്യക്തിത്വ വികസനം. അഞ്ചാമതായിട്ട് സംസ്കാരത്തിൻ്റെ സംരക്ഷണവും അതിൻ്റെ വിതരണവുമാണ്, നമ്മുടെ കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അതിനെ വിതരണം ചെയ്യുക. വേദിക് എഡ്യൂക്കേഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ, സാർവത്രിക വിദ്യാഭ്യാസം. വേദകാലഘട്ടത്തിൽ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു. സ്ത്രീകൾക്ക് അവരവരുടെ ഗൃഹങ്ങളിൽ തന്നെയായിരുന്നു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. സംഗീതവും നൃത്തവും ഒക്കെ ആയിരുന്നു സ്ത്രീകൾക്ക് നൽകിയിരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതും കായിക വൈകല്യങ്ങളുള്ളതുമായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായമാണ്. ഗുരുകുല സമ്പ്രദായം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ശിഷ്യൻ തൻ്റെ ഭവനമൊക്കെ ഉപേക്ഷിച്ച് ഗുരുവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു കൊണ്ട് പഠനം നടത്തുന്ന ഒരു സിസ്റ്റമാണ് ഗുരുകുല സിസ്റ്റം എന്ന് പറയുന്നത്. 12 വർഷക്കാലമായിരിക്കും അവിടെ ശിഷ്യൻ പഠനം നടത്തുന്നത്. അപ്പം സ്വന്തം പിതാവിനെ പോലെയും അതുപോലെ ദൈവത്തെ പോലെയും ആയിരിക്കും ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ കാണുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല നടപ്പുള്ള കുട്ടികളെ മാത്രമായിരിക്കും ഒരു ഗുരു തൻ്റെ ഗുരുകുലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പം ശ്രവണം, മനനം, നിധിധ്യാസനം തുടങ്ങിയ 3 ഘട്ടങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സ്ത്രീകളായിട്ടുള്ള അധ്യാപകരും ഉണ്ടായിരുന്നു. അവരെ ഋഷികാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഋഷികാസ് എന്നായിരുന്നു സ്ത്രീകളായിട്ട് വിദ്യാഭ്യാസം നൽകിയിരുന്ന അധ്യാപകരെ വിളിച്ചിരുന്ന പേര്. ഋഷികാസ് എന്നും അല്ലെങ്കിൽ ബ്രഹ്മവാദിനി എന്നുമായിരുന്നു വിളിച്ചിരുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട 3 ബ്രഹ്മവാദിനീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്: ലോപമുദ്ര, ഉർവശി, സാവത്രി. നെക്സ്റ്റ് നമ്മുടെ വേദിക് എഡ്യൂക്കേഷനിലെ ചില ചടങ്ങുകളുണ്ട്, ചില സെറമണീസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വിദ്യാരംഭയാണ്. ഒരു കുട്ടി അക്ഷരം കുറിക്കുന്ന ചടങ്ങാണ് വിദ്യാരംഭ എന്ന് പറയുന്നത്. പിന്നീട് ഉപനയന എന്ന് പറയുന്നത് ഗുരുകുലത്തിലേക്ക് ഒരു കുട്ടി പ്രവേശിക്കുമ്പോൾ നടത്തുന്ന സെറമണിയാണ് ഉപനയന എന്ന് പറയുന്നത്. പിന്നീട് ഉപകർമ്മ എന്ന് പറയുന്നത് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ഒരു സെറമണിയൊക്കെയാണ് ഉപകർമ്മ എന്ന് പറയുന്നത്. ഉപസർജന എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ നടത്തുന്ന ആക്ടിവിറ്റീസൊക്കെയാണ്. സമവർദ്ധന എന്നത് പഠനം പൂർത്തിയാക്കിയ ശേഷം, ഗുരുകുലത്തിലെ പഠനം പൂർത്തിയാക്കുമ്പോൾ നടത്തുന്ന ഒരു സെറമണിയാണ് സമവർദ്ധന എന്ന് പറയുന്നത്. ഒരു പഠനം പൂർത്തിയാക്കുന്ന ഒരു സെറമണി മാത്രമല്ല, മറിച്ച് നമുക്കറിയാമല്ലേ, ഗുരുകുലത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു കുട്ടി നിർബന്ധമായിട്ടും എന്ത് ഫോളോ ചെയ്യണം? ബ്രഹ്മചര്യം ഫോളോ ചെയ്യണം. അപ്പം അത്തരത്തിൽ പഠനം പൂർത്തിയാക്കുന്ന ഒരു കുട്ടിയുടെ ബ്രഹ്മചര്യം മുറിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് സമവർദ്ധന എന്ന് പറയുന്നത്. പിന്നീട് നെക്സ്റ്റ് പോയിന്റ് ബ്രഹ്മചര്യമാണ്. നമ്മൾ പറഞ്ഞു ഗുരുകുലത്തിൽ വിവാഹിതരല്ലാതിരിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അവിവാഹിതരായിരിക്കുമ്പോൾ മാത്രമാണ് പ്രവേശനം ലഭിക്കുന്നത്.
അതുകൊണ്ട് തന്നെ എന്താണ് ബ്രഹ്മചര്യം കൃത്യമായിട്ടും എല്ലാ ശിഷ്യന്മാരും ഫോളോ ചെയ്യണം. അതുപോലെ ഇപ്പം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങളൊന്നും തന്നെ ഈ ഗുരുകുലത്തിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ഭിക്ഷാടനമാണ്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു ശിഷ്യൻ സ്വന്തം ആവശ്യത്തിനും അതുപോലെ ഗുരുവിൻ്റെ ആവശ്യത്തിനുമായിട്ട് ഭക്ഷണം സമ്പാദിക്കാനായിട്ട് അല്ലെങ്കിൽ ആഹാരം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? ഭിക്ഷാടനം നടത്തണം. അപ്പോൾ രാവിലെയും വൈകുന്നേരങ്ങളിലും വിദ്യാർത്ഥികൾ ഭിക്ഷാടനം നടത്തുന്നു. അപ്പോൾ ഇതുവഴിയായിട്ട് ഒരു കുട്ടി താഴ്മയും അതുപോലെ തന്നെ സഹിഷ്ണുതയും അവനിൽ വളരുന്നതിന് എന്ത് സഹായിക്കുന്നു? ഭിക്ഷാടനം സഹായിക്കുന്നു. എങ്കിൽ മാത്രമാണ് അവൻ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണ്. സ്റ്റുഡൻറ് ടീച്ചർ റിലേഷനാണ്. എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ ശിഷ്യന്മാരും നിർബന്ധമായിട്ടും ഗുരുസേവ ചെയ്തിരിക്കണം എന്നതായിരുന്നു. അതുപോലെ ഗുരുകുലം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഗുരുകുലത്തിലെ മറ്റെല്ലാ പ്രവൃത്തികളും പശുക്കളെ മേയ്ക്കുക, വെള്ളം കൊണ്ടുവരിക, വിറകു ശേഖരിക്കുക തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും ചെയ്യുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു ശിഷ്യന്റെ കടമയായിരുന്നു. അതുപോലെ അധ്യാപകർക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അധ്യാപനം നടത്തുക, വിദ്യാർത്ഥികൾക്ക് ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, അതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ള വൈദ്യ പരിശോധനകളൊക്കെ നൽകുക എന്ന ഡ്യൂട്ടീസ് അധ്യാപകരുടേത് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ആയിരുന്നു. അപ്പം ഏറ്റവും വലിയ ശിക്ഷ, ഗുരുകുലത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ഒരു ശിഷ്യൻ ഗുരുവിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നില്ല എന്ന് വരികയാണ് എങ്കിൽ ആ ഒരു ശിഷ്യന് നൽകുന്നതായിരുന്നു ഗുരുകുലത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച ശിഷ്യന്മാർക്ക് പലപ്പോഴും ഗുരുക്കന്മാർ അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നത് സാധാരണമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് കരിക്കുലമാണ്, പാഠ്യപദ്ധതി. മതബോധനത്തിന് അല്ലെങ്കിൽ മതത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു. അതുകൂടാതെ വേദങ്ങളും അതുപോലെ മനഃശാസ്ത്രം, യുക്തിചിന്തനം, ദർശനം, ഫിലോസഫി, വ്യാകരണങ്ങൾ തുടങ്ങിയതും ഒക്കെ തന്നെ എവിടെ പഠിപ്പിച്ചിരുന്നു? ഗുരുകുലത്തിൽ പഠിപ്പിച്ചിരുന്നു. അത് തന്നെ ഈ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ അന്ന് തിരിച്ചിരുന്നു നമുക്കറിയാലോ. ഏതൊക്കെയായിരുന്നു? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറഞ്ഞ പല കാറ്റഗറി ഉണ്ടല്ലോ. അതിൽ ബ്രാഹ്മണാസിന് എന്തൊക്കെയായിരുന്നു? ശിക്ഷ, വ്യാകരണ, കൽപ്പ, ജ്യോതിഷ എന്നിവയിലായിരുന്നു വിദ്യാഭ്യാസം നൽകിയിരുന്നത്. ക്ഷത്രിയന്മാരാണെങ്കിൽ അവരുടെ ജാതിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. സൈനിക വിദ്യാഭ്യാസം, അതുപോലെ വേദങ്ങൾ, യുക്തിവാദം എന്നിവയിലായിരുന്നു ക്ഷത്രിയന്മാരെ വിദ്യാഭ്യാസം നൽകിയിരുന്നത്. വൈശ്യന്മാർക്കാണെങ്കിലോ കൃഷി, വ്യാപാരം, കന്നുകാലി വളർത്തൽ തുടങ്ങിയതൊക്കെയായിരുന്നു വൈശ്യന്മാരുടെ വിദ്യാഭ്യാസ വിഷയം എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റാണ് ബോധന രീതി, ടീച്ചിങ് മെത്തേഡ്സ്. വേദകാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്നത്തെ പോലെ ചോക്കും ബോർഡും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ. അപ്പോൾ വേദകാലഘട്ടത്തിൽ ഗുരു എന്താണോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു മെത്തേഡായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഭാഷണ രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അധ്യാപകന്റെ വാക്കുകളിലൂടെ ആയിരുന്നു കുട്ടികൾക്ക് ലഭിച്ചത്? അറിവ് ലഭിച്ചിരുന്നത്. അപ്പം ക്ലാസ്സുകൾ ചെറുതായതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയെയും ഗുരു പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അധ്യാപകൻ വാചികമായിട്ട് അല്ലെങ്കിൽ ഭാഷണ രീതിയിലൂടെ വിദ്യാർത്ഥികളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. കുട്ടികൾ ആ പാഠങ്ങൾ മനഃപ്പാഠമാക്കി അതിനുശേഷം അതിനെ മനഃപ്പാഠമാക്കുന്നു. അതിനുശേഷം ഈ മനഃപ്പാഠമാക്കിയ കാര്യത്തെ കുട്ടികൾ മനനം ചെയ്യുന്നു അല്ലെങ്കിൽ ചിന്തയ്ക്ക് വിധേയമാക്കുന്നു. എന്താണ് ഇന്ന് പഠിച്ചതെന്ന് കുട്ടികൾ ചിന്തിക്കുന്നു. പിന്നീട് ശരിയായിട്ടുള്ള ഉച്ചാരണങ്ങൾക്ക്, ഓരോ വാക്കിൻ്റെയും ശരിയായിട്ടുള്ള ഉച്ചാരണങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് വേദിക് എഡ്യൂക്കേഷൻ നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞു ബോധന രീതിയെക്കുറിച്ച് പറഞ്ഞു, അതിൽ ചർച്ചകൾക്ക്, ഡിസ്കഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് വേദിക് എഡ്യൂക്കേഷൻ നൽകിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഓരോ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കും അവരുടെ
ജാതിയുമായി അല്ലെങ്കിൽ അവരുടെ ബേസിക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് വ്യാപാരം, കൃഷി, അതുപോലെ എന്താണ് വേദങ്ങൾ, എന്താണ് ആർമി ട്രെയിനിങ് ഒക്കെ തന്നെ നൽകിയിരുന്നല്ലോ. അപ്പോൾ അതും എന്താണ് വേദിക് എഡ്യൂക്കേഷൻ്റെ ഒരു വലിയൊരു എന്താണ് പോയിന്റാണ്. നെക്സ്റ്റ് വേദിക് എഡ്യൂക്കേഷൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജാതി എന്താണ് ലിംഗ ഭേദമന്യേ എല്ലാവർക്കും എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ നടത്തി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫ്രീ ആയിരുന്നു. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവുകൾ വഹിച്ചിരുന്ന ആരാണ്? സമൂഹവും രാജാവും ഒക്കെ ആയിരുന്നു. ഭിക്ഷാടനം നടത്തുക വഴിയായിട്ട് എന്താണ് കുട്ടികളിൽ ഒരു താഴ്മ അല്ലെങ്കിൽ ഒരു സഹിഷ്ണുതാ മനോഭാവം വളർന്നു. പിന്നീട് എന്താണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നൽകി. പിന്നീട് എന്താണ് വേദകാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പെൺകുട്ടികളെ എന്താണ് സംഗീതവും നൃത്തവും ഒക്കെ അഭ്യസിപ്പിച്ചിരുന്നു. ഇനി വേദിക് എഡ്യൂക്കേഷൻ്റെ പരിമിതികൾ, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വേദിക് എഡ്യൂക്കേഷനിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം? ആത്മീയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ റിലീജിയൻ ആയിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. രണ്ടാമതായിട്ട് എന്താ വിദ്യാഭ്യാസത്തെ ഒരിക്കലും എന്താണ് ഒരു വ്യക്തിയുടെ ജന്മ അവകാശമായിട്ട് എന്താണ് ഒരിക്കലും കരുതിയില്ല. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഉള്ള അയാളുടെ ജന്മ അവകാശമായിട്ട് എന്താണ് ഒരിക്കലും വിദ്യാഭ്യാസത്തെ കരുതിയില്ല. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഓരോ കാറ്റഗറി ഉണ്ട്, ഓരോ കാറ്റഗറിക്ക് അവരുടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിദ്യാഭ്യാസം നൽകിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏറ്റവും താഴെത്തട്ടിലുള്ള ശൂദ്രാസിൻ്റെ കാര്യം വേദകാലഘട്ടത്തിൽ എങ്ങും സൂചിപ്പിക്കുന്നതായി നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.